ഈ ലോകത്തിൻ്റെ ഉദ്ഭവവും ഉറവിടം, ആ ഉദ്ഭവത്തിന് എന്താണ് ഹേതു സ്രോതസ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങളെ എത്ര കിടന്ന് തപ്പിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഈ ലോകം എവിടെ നിന്നുണ്ടായി എന്ന് അറിയണമെങ്കിൽ ഇത് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ജീവിച്ചിരിക്കണമല്ലോ. അത് സംഭവിക്കുമോ എങ്ങനെയെങ്കിലും? ഇല്ല. നമ്മളൊക്കെ ജീവിക്കുന്നതിന് എത്രയോ മുമ്പേ ഈ ലോകമുണ്ട്. അപ്പോൾ ഈ തുടക്കത്തിൽ ആരും ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഉദ്ഭവം നമുക്ക് ലോകത്തിൻ്റെ ഉള്ളിൽ കിടന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ ഇത് ലയിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പ്രത്യക്ഷമായ ഒരു അനുഭവത്തിനോ വെളിച്ചത്തിനോ ഏശുന്നതല്ല ഈ കാര്യം. ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നേരിട്ട് കണ്ട് നിർണ്ണയിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നേരിട്ട് കാണാൻ പറ്റാത്തതിൽ നമുക്ക് പ്രയോഗിക്കാവുന്നത് എന്താ? ഊഹാപോഹം, ഊഹാപോഹം, ഇൻഫറൻസ്, അനുമാനം. അങ്ങനെ അനുമാനിച്ചെടുക്കാനേ പറ്റുള്ളൂ. ലോകത്തിൽ തന്നെയുള്ള നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അവിടെയുള്ള മനസ്സിനും ബുദ്ധിക്കും മാത്രമേ ഈ കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റൂ. അതിന് പറ്റുമോ സ്വാമിജി? യെസ്, അതിന് പറ്റും. ആ ബുദ്ധിയും മനസ്സും തന്നെയാണ് ഇപ്പോൾ ജീവിതദശയിലും നിങ്ങൾക്ക് വേണ്ട വിലയും നിലയും പ്രയോജനവും ഒക്കെ തരുന്നത്. ആ ബുദ്ധി മനസ്സ് ഇപ്പം നിങ്ങളെ സഹായിക്കണോ? അതിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ജീവിതം. ആ മനസ്സിനെ കൂടുതൽ പവിത്രമാക്കി, സരളമാക്കി, സൗമ്യമാക്കി, ഏകാഗ്രമാക്കി, ബുദ്ധിക്ക് സൂക്ഷ്മത കൂട്ടി, എന്ത് വിഷയത്തെക്കുറിച്ച് എടുത്താലും കൂലങ്കഷമായി ആലോചിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കുശലത ബുദ്ധിക്ക് വളർത്തി. ഇത് രണ്ടിൻ്റെ സഹായത്തോടു കൂടി വേണം നമ്മളെ ഉള്ളിൽ മുങ്ങിത്തപ്പാൻ. ഈ ലോകത്തിൻ്റെ ഉറവിടം കണ്ടുപിടിക്കണമെങ്കിൽ, സ്രോതസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ, ഈ ലോകത്തിനെ കാട്ടിത്തരുന്ന നമ്മുടെ ഉള്ളുണ്ടല്ലോ മനസ്സ്, ആ മനസ്സിൻ്റെ ഉറവിടമാണ് കണ്ടുപിടിക്കേണ്ടത്.